നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസിൽ കരുത്തനായ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. 2 തവണ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി കോൺഗ്രസിലെ കിരീടം വയ്ക്കാത്ത രാജാവെന്നാണ് അറിയപ്പെട്ടിരുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളാലും ആദരിക്കപ്പെടുന്ന വലിയ ജനപിന്തുണയുള്ള ജനങ്ങൾക്കിടയിലേക്ക് ഏത് സമയം ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ജനകീയനായ ഒരു മുഖ്യമന്ത്രിയും നേതാവുമായിരുന്നു ഉമ്മൻചാണ്ടി എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും തർക്കമുണ്ടാവില്ല. എന്നാൽ ഉമ്മൻചാണ്ടി അന്തരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മനാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിന്നതും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതും. എന്നാൽ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ കോൺഗ്രസിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയെ നേരിടുകയാണ്. ഇപ്പോൾ കോൺഗ്രസിൽ ഒരു ഗോഡ് ഫാദർ ഇല്ലാതെ വിഷമിക്കുന്നയാളാണ് ചാണ്ടി ഉമ്മൻ. ചാണ്ടി ഉമ്മനെ മൂലക്കിരുത്തി എ ഗ്രൂപ്പിൻ്റെ നിയന്ത്രണം ഷാഫി പറമ്പിലും രാഹുലും PC വിഷ്ണുനാഥും അടക്കമുള്ള ഉമ്മൻചാണ്ടിയുടെ പഴയ യുവ നേതൃനിര പിടിച്ചെടുത്തു കഴിഞ്ഞു. ചാണ്ടി ഉമ്മനെ വഴിയാധാരമാക്കാനാണ് ഈ നീക്കം ഇവർ നടത്തിയതെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിനുണ്ടായിരുന്ന ചാണ്ടി ഉമ്മന് അഖിലേന്ത്യാ തലത്തിൽ യൂത്ത് കോൺഗ്രസിലുണ്ടായിരുന്ന ഭാരവാഹിത്വം കളയാനും ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ ഇടപെട്ടുവെന്നും പറയുന്നുണ്ട്. ഏതായാലും ചാണ്ടി ഉമ്മൻ കോൺഗ്രസിൽ ഇപ്പോൾ ഒരു വഴിയാധാരമാണ്, ഒരു മൂലയ്ക്കാണ്. ആരും അദ്ദേഹത്തെ സഹായിക്കാനില്ല. പാർട്ടിക്കുള്ളിൽ എങ്ങനെ നിലനിൽക്കണമെന്നും അദ്ദേഹത്തിന് ഇപ്പോൾ ചിന്തിക്കാൻ കഴിയുന്നില്ല. പുതുപ്പള്ളി MLA സ്ഥാനം കയ്യിലുണ്ടെന്നുള്ളല്ലാതെ പാർട്ടിയിൽ ഒരു ഭാരവാഹിത്യമോ ഒന്നും അദ്ദേഹത്തിന് നൽകാൻ AICCയും തയ്യാറായില്ല, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും തയ്യാറായില്ല. KPCC പുനഃസംഘടന വന്നപ്പോൾ ചാണ്ടി ഉമ്മനെ മനഃപൂർവ്വം ഉത്തരവാദിത്വം നൽകാതെ, ചുമതല നൽകാതെ മാറ്റി നിർത്തുകയായിരുന്നു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയ ശേഷവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം കൈവശം വച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമില്ലെന്നും ഒരാൾക്ക് ഒരു പദവി എന്നത് ജയ്പൂർ AICCയുടെ സമയത്ത് തീരുമാനിച്ചതാണെന്നും എന്നാൽ അത് ഇവിടെ നടപ്പാക്കാൻ കൂട്ടാക്കുന്നില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിന് 2 പദവിയും കൊടുക്കുന്നത് ഒരിക്കലും ആശാസ്യമല്ലെന്നുമാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. മാത്രമല്ല A ഗ്രൂപ്പിലേക്ക് ചാണ്ടി ഉമ്മനെ അടുപ്പിക്കാതിരിക്കുന്നതിൽ പല മുതിർന്ന നേതാക്കൾക്കും രോഷമുണ്ട്. പലരും ചാണ്ടി ഉമ്മനുമായി വ്യക്തിപരമായി ഈ കാര്യം പങ്കുവയ്ക്കുന്നുമുണ്ട്. ചാണ്ടി ഉമ്മനെ കേരളത്തിലെ കോൺഗ്രസിൽ നിന്നും മാറ്റി നിർത്തുന്നത് അപകടകരമായ സ്ഥിതിവിശേഷം ഉളവാക്കുമെന്നുള്ള സൂചനയും ഈ മുതിർന്ന നേതാക്കൾ നൽകി. ഉമ്മൻചാണ്ടിയുടെ മകന് കോൺഗ്രസിൽ അതിൻ്റേതായ സ്ഥാനമുണ്ട്. മാത്രമല്ല ജനങ്ങൾക്കിടയിലും ചാണ്ടി ഉമ്മന് ശരിക്കും ഒരു സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തെ ഭയക്കുന്നവരാണ് അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ തലങ്ങളിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതെന്നാണ് ഉമ്മൻചാണ്ടിയോട് അടുത്ത ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ചാണ്ടി ഉമ്മനെ അടുപ്പിക്കാതെ നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ പഴയ പടക്കുതിരകളായ ഷാഫിയും വിഷ്ണുവും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെയാണ്. ഏതായാലും ഇപ്പോൾ MLA ആയതുകൊണ്ട് അത്യാവശ്യം പാർട്ടി വേദിയിൽ ഒരു സ്ഥാനം കിട്ടുന്നുണ്ടെന്നാണ് ചാണ്ടി ഉമ്മനെങ്കിലും പറയുന്നത്. അതല്ലാതെ തനിക്ക് ഒരു കസേര പോലും തരാൻ ഇവർക്കാർക്കും താല്പര്യമില്ലെന്നും ഉമ്മൻചാണ്ടിയുടെ മകനെ ഇങ്ങനെ അവഗണിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ചാണ്ടി ഉമ്മൻ തന്നെ പലതവണ പറഞ്ഞു തനിക്ക് MLA ആയതുകൊണ്ട് കിട്ടുന്ന ഒരു സ്ഥാനമല്ലാതെ മറ്റൊന്നും പാർട്ടി തരുന്നില്ല എന്നും അദ്ദേഹം പരസ്യമായി പറഞ്ഞിരുന്നു. ഏതായാലും ഉമ്മൻചാണ്ടിയുടെ മകൻ കടുത്ത അവഗണനയെ നേരിടുകയാണ് കോൺഗ്രസ് പാർട്ടി എന്നുള്ള കാര്യം ആർക്കും സംശയമല്ല. ആ അവഗണന എത്ര നാൾ പോകുമെന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്.